ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. രാമേശ്വരത്തിന്റെ കിഴക്കേ അറ്റത്തായി കാണപ്പെടുന്ന ഈ പ്രദേശം ഒരു അബണ്ടന്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കൂ? എന്നാൽ അങ്ങനെയാണ്. രാമേശ്വരം വിശേഷങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ ആയി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. പോകുന്ന വഴി വളരെ മനോഹരമാണ്. റോഡിൽ വേറെ തടസ്സമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാറ്റാടി മരങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് ഈ കാർ ഓടിക്കുന്ന ആൾക്ക് പോലും അറിയില്ല. വഴിയിൽ കണ്ട ഒരു ബോർഡിൽ പറഞ്ഞതനുസരിച്ച് അടുത്ത എവിടെയോ ഒരു ടെമ്പിൾ ഉണ്ട്, അതും ലക്ഷ്യമാക്കിയാണ് ഈ പോക്ക്. പക്ഷെ ഇതിന്റെ ഈ ഒരു ഭംഗി നമുക്ക് ഒരിക്കലും പറയാതെ വയ്യ. നല്ല ഭംഗിയുണ്ട് കാണാന്. ഈ വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുണ്ട്. ഈ കാറ്റാടി മരങ്ങളും ബ്ലൂ സ്കൈയും ഒക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാന്നറിയോ? ഇവിടെ ഒരു ചെറിയ വീടുണ്ട്. ഇതില് താമസമൊന്നുമല്ല, എനിക്കറിഞ്ഞുള്ളത് ആകെ കാട് മൂടി കിടക്കാണ്. ചതുപ്പ് നിലമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് ചതുപ്പ് നിലമാണ്, കാരണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു മയിലുണ്ടെന്ന് പറയുന്നേ. നമ്മൾ വണ്ടി മെല്ലെ പിറകോട്ടെടുക്കുകയാണേ. അതായിരിക്കുന്നു ഒരു ആൺമയിലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മയിലിനെ കണ്ടപ്പോ മിലുമോന് ഭയങ്കര ഇഷ്ടമായി. അവൻ തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. അതൊരു ആൺമയിലായിരുന്നു. പുരുഷന്മാർക്കാണ് എല്ലാ കാറ്റഗറിയിലും സൗന്ദര്യം കൂടുതൽ എന്ന് പറഞ്ഞ് കോഴിയുടെ ഉദാഹരണവും എടുത്തിട്ടുകൊണ്ട് ബിബിയേട്ടന്റെ വക ക്ലാസ് ഉണ്ടായിരുന്നു. പാവം തോന്നി. അമ്മയും അമ്മമ്മയും അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നത് കണ്ടപ്പോൾ. എനിക്ക് തർക്കിക്കാനുള്ള മൂടില്ലാത്തത് കൊണ്ട് മിണ്ടാണ്ടിരുന്നു. ഇവിടെ വീണ്ടും ഒരു ബോർഡ് കൂടെ കണ്ടു. ബട്ട് ഞങ്ങൾക്ക് ആർക്കും വായിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൂടെ പോയ ഒരാളോട് വഴി ചോദിച്ചു. അയാൾ പറഞ്ഞത് നേരെ പോയാൽ അറബിക്കടലിൽ എത്തുമെന്നും റൈറ്റ് തിരിഞ്ഞു പോയാൽ ഒരു ശിവ ടെമ്പിൾ ഉണ്ടെന്നുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൈറ്റ് തിരിഞ്ഞു പോവാൻ തീരുമാനിച്ചു. ഞങ്ങൾ പിന്നെയും ഒത്തിരി മയിലിനെ കണ്ടു. ഇവിടെ ചുവന്ന മണ്ണ് മാറി വെളുത്ത മണൽ കാണാൻ പറ്റി. അപ്പൊ തീർച്ചയായി അടുത്ത കടലുണ്ടെന്ന്. അങ്ങനെ ദൂരെയായി ഒരു ക്ഷേത്രം കാണാൻ പറ്റി. ഈ വഴി വന്നത് വെറുതെ ആയില്ല. ബട്ട് ഒരു ചെറിയ പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു പേടി. ഒരു പരിചയമില്ലാത്ത സ്ഥലം, വിജനമായ പാത, തീർച്ചയായിട്ടും ഒരു പേടി ഉണ്ടാവുമല്ലോ. അമ്മയും അമ്മമ്മയൊക്കെ ഒരുപാട് പറഞ്ഞു തിരിച്ചു പോകാനായിട്ട്. ബിബിയേട്ടനും അപ്പവും വിട്ടില്ല. അവർക്ക് എന്തായാലും ക്ഷേത്രം കാണണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചത്. ഇവിടെ ഒറ്റപ്പെട്ട ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. മരത്തിന് പിറകിലായിട്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി ഇവിടെ ആളുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ ഒരുപാട് മയിലുണ്ട്. ഒരുപാട് മയിലെന്ന് വെച്ചാൽ ഒരുപാട് മയില്. എത്രയും മയില്, അതെല്ലാം നല്ല പീലിയുള്ള
നല്ല പീലിയുള്ള മയിലുകളാണ്. ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞു വല്ല പീലിയും വീണ് കിടക്കുന്നുണ്ടോന്ന്. ഒരുപാട് മയിലുകളുണ്ട്. വലിയ ആൽമരമാണ്. ഈ ആൽമരത്തിന് ചുവട്ടിലൊക്കെ മയിലുകളാണ്. വളരെ ശാന്തമായിട്ടുള്ള പച്ചപ്പാർന്ന മനോഹരമായ ഒരു സ്ഥലമാണിത്. പക്ഷെ ഈ ശാന്തതയിലും ഒരു ചെറിയൊരു ഭയം ഒളിച്ചിരിക്കുന്നത് പോലെ. ഇവിടെ ഒരുപാട് വലിയ ആര്യവേപ്പിന്റെ മരങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് വേപ്പിൻ മരങ്ങളുണ്ട് കേട്ടോ, ആര്യവേപ്പിന്റെ മരങ്ങള്. ഇതെല്ലാം ആൽമരമാണ്. ആൽമരത്തിനുള്ളില് പന വളർന്നാണ് ഈ കാണുന്നത്. ആകാശം മുട്ടുന്ന പനകൾ ഇവിടെയുണ്ട്. ഇതൊരു വലിയ ആര്യവേപ്പിന്റെ വൃക്ഷമാണ്. എന്തൊരു വലിപ്പാന്ന് അറിയോ ഇതിന്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇതിന്റെ അടുത്തുനിന്ന്. നല്ല ഭംഗിയുണ്ട്, ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ശാഖകളൊക്കെ ഭയങ്കര വലുപ്പമാണ്. നമുക്ക് കേറി നിൽക്കാം. ഇതില് ഈസി ആയിട്ട് കേറാൻ പറ്റും. അത്ര ഹൈറ്റ് ഇല്ല ഓരോ ശാഖയ്ക്കും, പക്ഷെ ഭയങ്കര തടിയുണ്ട് ഇതിന്. ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു. നിലമോൻ ഇതിന് മുകളിൽ കയറി ഫോട്ടോസ് എടുത്തു, ഇവിടുന്ന് ചാടി ഇറങ്ങി ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഈ മരത്തിൽ ഞങ്ങൾ കുറെ നേരം എൻജോയ് ചെയ്തു. ഞങ്ങളൊരു ചെറിയ കപ്പിൾ ഷൂട്ട് എടുത്തു. അത് എടുത്തു തന്നത് ഞങ്ങളുടെ ചോട്ട ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അതെങ്ങനെയുണ്ട്? കമന്റ് ബിലോ. ഇനി കുറച്ചു നേരം മിലുമോനെ കളികളാകാം. ഞങ്ങളുടെ യേശുസ് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇനി അവനെ ഒന്ന് കറക്കി വയ്ക്കാം എന്ന് കരുതി. അപ്പോഴായിരുന്നു ഡ്രൈവർ. ആദ്യം 1-2 തവണ കറങ്ങിയതിനു ശേഷം അവൻ പൂഴിയിലൊന്ന് ഉടക്കി. എങ്കിലും 4 വീൽ ഡ്രൈവിലിട്ട് അവനെ ഈസിയായി മെരുക്കിയെടുത്തു. അറിഞ്ചും പൊറിഞ്ചും ഓടിച്ചു.
ചേട്ടന് ഞങ്ങൾ വീഡിയോ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന്റെ ഷോയാണ് ഈ കാണുന്നത്. കണ്ണു ചുവക്കണ്, പല്ല് കടിക്കണ്, മുഷ്ടി ചുരുട്ടണ്, ആകെ വിയർക്കണ്, നാട്ടിഞ്ഞരമ്പ് വരിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ടു കയറണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു സൂൺ.